മൂസാ നബി അലൈഹിസ്സലാം ഒരു രാജകുമാരനെ പോലെയാണ് വളർന്നത്. ഫിർഔൻ ഈജിപ്ത് ഭരിച്ചിരുന്നപ്പോൾ യാക്കൂബ് നബിയുടെ സന്തതികളോട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയിരുന്നത്. ഈ സന്തതികൾ ഇസ്രായേൽ മക്കളായാണ് അറിയപ്പെട്ടിരുന്നത്. അവരെ അടിമകളായി സൂക്ഷിക്കപ്പെടുകയും ചെറിയ വേതനത്തിനായി പണിയെടുപ്പിക്കുകയും ചെയ്തിരുന്നു. ചിലപ്പോൾ അവർക്ക് ഒന്നും നൽകിയിരുന്നുമില്ല. ഇസ്രായേലർ ഫിർഔനെ മാത്രം അനുസരിക്കണമെന്നും അവന്റെ ദൈവത്തെ മാത്രം ആരാധിക്കണമെന്നും ആഗ്രഹിച്ചു. അതുവഴി ധാരാളം രാജവംശങ്ങൾ ഈജിപ്തിലേക്ക് വരികയും അവർ ദൈവത്തിൻ്റെയും അവരുടെ പ്രതിനിധികളുടെയും വക്താക്കളാകണമെന്നും വിചാരിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഫിർഔൻ എന്നു പേരുള്ള ക്രൂരനായ ആൾ ഇപ്പോൾ ഫറോവ ആയി മാറിയിരുന്നു. അവൻ ഇസ്രായേലരെ വളരെയധികം വെറുത്തു. അവൻ അവസരം കിട്ടുമ്പോഴെല്ലാം ഇസ്രായേലരെ ശിക്ഷിച്ചിരുന്നു. അവന്റെ സാമ്രാജ്യത്തിൽ അവര് അഭിവൃദ്ധി പ്രാപിക്കുന്നതും വർദ്ധിക്കുന്നതും അവനിഷ്ടമില്ലായിരുന്നു. ഒരു രാത്രി ഫറോവ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ആകാശത്ത് നിന്ന് ഒരു തീഗോളം താഴോട്ട് വരികയും അത് നഗരത്തെ ചുട്ടരിക്കുന്നതായും തന്റെ സ്വപ്നത്തിൽ അവൻ കണ്ടു. ഈജിപ്തുകാരുടെ മുഴുവൻ വീടുകളും അഗ്നിക്കിരയായി. പക്ഷേ ഇസ്രായേലരുടെ വീടുകൾക്ക് യാതൊരു നാശവും സംഭവിച്ചില്ല. ഫറോവ ഞെട്ടിയുണർന്നു. ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അടുത്ത ദിവസം അവൻ പുരോഹിതന്മാരെയും ജാലവിദ്യക്കാരെയും വിളിച്ചുകൂട്ടി. അവൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് അവൻ അവരോട് ചോദിച്ചു. പുരോഹിതന്മാർ അവനോട് പറഞ്ഞു, ഇതിന്റെ അർത്ഥം ഇസ്രായേല്യർക്ക് അടുത്തുതന്നെ ഒരു ആൺകുട്ടി ജനിക്കും. അവന്റെ കരങ്ങളാൽ ഈജിപ്തുകാർ നശിപ്പിക്കപ്പെടും. ഫറോവ വളരെയധികം ദേഷ്യപ്പെട്ടു. ഇസ്രായേല്യർക്ക് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ അവൻ കൽപ്പിച്ചു. ഫറോവന്റെ കൽപ്പന പാലിക്കപ്പെട്ടു. പടയാളികൾ ഇസ്രായേല്യർക്ക് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിലാണ് പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം ജനിച്ചത്. പ്രവാചകൻ ദരിദ്രനായ ഒരു ഇസ്രായേലി കുടുംബത്തിലാണ് ജനിച്ചത്. ഹാറൂൺ എന്നു പേരുള്ള ഒരു സഹോദരനും മറ്റൊരു സഹോദരിയും ഉണ്ടായിരുന്നു. അള്ളാഹുവിന് പ്രവാചകനു വേണ്ടി ഒരു പദ്ധതി ഉണ്ടായിരുന്നു. മൂസാ നബിയെ ഒരു കുട്ടയിലടച്ച് നൈൽ നദിയിൽ ഒഴുക്കിക്കളയാൻ അള്ളാഹു അദ്ദേഹത്തിന്റെ മാതാവിനോട് ആവശ്യപ്പെട്ടു. മൂസാ നബിയുടെ മാതാവ് അള്ളാഹു ആവശ്യപ്പെട്ടതുപോലെ അദ്ദേഹത്തെ നദിയിലൂടെ ഒഴുക്കിവിട്ടു. മകനെയോർത്ത് അവരുടെ ഹൃദയം ദുഃഖിച്ചു. എന്നിരുന്നാലും അള്ളാഹു അവളുടെ മകനെ സംരക്ഷിക്കുമെന്നും അവനൊരു ആപത്തും വരില്ലെന്നും അവൾക്കറിയാമായിരുന്നു. ആ കുട്ട ഒഴുകി നീങ്ങിത്തുടങ്ങി. അപ്പോൾ അവൾ തൻ്റെ മകളോട് ആ കുട്ടയെ പിന്തുടരാൻ പറഞ്ഞു. തൻ്റെ മകന് ആപത്തൊന്നും വരില്ലെന്ന് ഉറപ്പാക്കാനായിരുന്നു അത്. വളരെ സമയം ആ കുട്ട പുഴയിലൂടെ ഒഴുകി നീങ്ങി. പ്രവാചകന്റെ സഹോദരി തൻ്റെ മാതാവ് നിർദ്ദേശിച്ചതുപോലെ കുട്ടിയെ പിന്തുടർന്നു. ദൈവം ആ കുട്ടയ്ക്ക് വഴികാട്ടിയായി. ഫിർഔന്റെ ഭാര്യ അരുവിയിൽ കുളിക്കുകയായിരുന്നു. അപ്പോൾ അവൾ ആ കുട്ട കണ്ടു. കുഞ്ഞിനെ കണ്ടപ്പോൾ അവനോട് സ്നേഹം തോന്നി. ഫറോവന്റെ ഭാര്യ ഫറോവയിൽ നിന്നും വളരെ വ്യത്യസ്തയായിരുന്നു. അവൾ വിശ്വാസിയായിരുന്നു. ദയയും കാരുണ്യവും ഉള്ളവളായിരുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി അവൾ നീണ്ട കാത്തിരിപ്പായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾ അവനെ ചുംബിക്കുകയും വാരി പുണരുകയും ചെയ്തു. തൻ്റെ ഭാര്യ കുഞ്ഞിനെ ഉമ്മ വയ്ക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും കണ്ടപ്പോൾ ഫറോവ അത്ഭുതപ്പെട്ടു. അവൻ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ എന്നെ അനുവദിക്കണം. ഇവൻ നമുക്ക് ഒരു മകനായിരിക്കട്ടെ എന്ന് അവൾ ഭർത്താവിനോട് അഭ്യർത്ഥിച്ചു. ഫറോവയ്ക്ക് അവളെ നിരസിക്കാൻ കഴിഞ്ഞില്ല. അവർ കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞ് കുട്ടി വിശന്നു കരയാൻ തുടങ്ങി. രാജ്ഞി കുഞ്ഞിന് പാൽ കൊടുക്കാൻ വേണ്ടി ഏതാനും സ്ത്രീകളെ വിളിച്ചു വരുത്തി. എന്നാൽ അവരുടെ ആരുടെയും മുലപ്പാൽ കുടിക്കാൻ കുട്ടി തയ്യാറായില്ല. അപ്പോഴാണ് പടയാളികൾ മൂസാ നബിയുടെ സഹോദരിയെ രാജ്ഞിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്. ഈ പെൺകുട്ടി ഈ കുട്ടിയെ പിന്തുടരുകയായിരുന്നു. അവർ അവളോട് പറഞ്ഞു, ഞാൻ വെറും ആകാംക്ഷ കൊണ്ടാണ് ഇതിനെ പിന്തുടർന്നത്. ആ സഹോദരി മറുപടി പറഞ്ഞു. അവളുടെ സഹോദരൻ കരയുന്നത് കണ്ടപ്പോൾ അവൾ ദുഃഖം കാരണം അറിയാതെ പറഞ്ഞു, അവന് പാൽ കൊടുക്കാൻ ഒരാളെ എനിക്കറിയാം. ആ പെൺകുട്ടി പറഞ്ഞ സ്ത്രീയെ പിടിച്ചുകൊണ്ടുവരാൻ ഭടന്മാരോട് ആജ്ഞാപിച്ചു. പ്രവാചകന്റെ സഹോദരി അവരുടെ മാതാവിനെ കൊണ്ടുവന്നു. അവർ കുട്ടിയെ നെഞ്ചോട് ചേർത്തയുടനെ തന്നെ കുഞ്ഞ് പാൽ കുടിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് ഫറോവ ആശ്ചര്യപ്പെട്ടു. നീ ആരാണ്?
നിന്റേതൊഴികെ മറ്റെല്ലാ സ്ത്രീകളുടെയും പാല് കുടിക്കാൻ ഈ കുഞ്ഞ് വിസമ്മതിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഉടനെ അവനെ കൊല്ലുമെന്ന് പ്രവാചകന്റെ മാതാവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ അവരോട് പറഞ്ഞു, എന്റെ പാലിന് നല്ല മധുരവും സുഗന്ധവുമാണ്. അതുകൊണ്ടാണ് കുട്ടി എന്നെ നിരസിക്കാത്തത്. അവളുടെ ഉത്തരം ഫറോവയ്ക്ക് തൃപ്തിപ്പെട്ടു. അയാൾ അവരെ പ്രവാചകന്റെ പരിചാരികയായി നിയമിച്ചു. മൂസാ നബി ഒരു രാജകുമാരനായി കൊട്ടാരത്തിൽ വളർന്നു. അല്ലാഹു അദ്ദേഹത്തിന് നല്ല ആരോഗ്യവും ശക്തിയും അറിവും ബുദ്ധിയും നൽകി. ഒരു ദിവസം അദ്ദേഹം പട്ടണത്തിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു ഇസ്രായേലിനെ ഒരു ഈജിപ്ഷ്യൻ പടയാളി അടിക്കുന്നത് കണ്ടു. ഇസ്രായേലിൻ പ്രവാചകനെ കണ്ടപ്പോൾ അവൻ സഹായത്തിനായി അദ്ദേഹത്തോട് യാചിച്ചു. അദ്ദേഹം അയാളെ അടിക്കുന്നത് നിർത്താൻ പട്ടാളക്കാരനോട് ആവശ്യപ്പെട്ടു. പടയാളി അദ്ദേഹത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തു. പ്രവാചകൻ ആദ്യം പടയാളിയോട് കാര്യം പറയാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അത് കേൾക്കാൻ തയ്യാറായില്ല. അപ്പോൾ പ്രവാചകൻ മുന്നോട്ട് വന്ന് പടയാളിയെ ശക്തമായി ഇടിച്ചു. ശക്തമായ ഇടിയുടെ ആഘാതത്തിൽ അവൻ മരിച്ചു. താൻ എന്താണ് ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം സ്വയം പറഞ്ഞു, ഇത് പിശാചിന്റെ ദുഷ്പ്രവൃത്തിയാണ്. കാരണമില്ലാതെ ആരെയെങ്കിലും കൊല്ലുന്നത് പാപമാണെന്ന് പ്രവാചകൻ അറിയാമായിരുന്നു. അദ്ദേഹത്തിനതിൽ കുറ്റബോധം തോന്നി. അദ്ദേഹം നിലത്ത് മുട്ടുകുത്തി അല്ലാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ നാഥ, എന്നോട് ക്ഷമിക്കുക. അടുത്ത ദിവസം അതേ ഇസ്രായേലിയൻ മറ്റൊരാളുമായി വഴക്കുണ്ടാക്കുന്നത് പ്രവാചകൻ കണ്ടു. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ദിവസവും ഒരാളോടല്ലെങ്കിൽ മറ്റൊരാളോട് വഴക്കിലേർപ്പെടുമെന്ന് തോന്നുന്നു. ഇസ്രായേലി പേടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. ദയവ് ചെയ്ത് പടയാളിയെ നിങ്ങൾ കൊന്നതുപോലെ എന്നെ കൊല്ലരുത്. ഇസ്രായേലിനോട് വഴക്കുകൂടിയിരുന്ന ആ ഈജിപ്തുകാരൻ ഈ സംസാരം കേട്ടു. അവൻ അധികാരികൾക്ക് ഇത് അറിയിച്ചു കൊടുത്തു. അടുത്ത ദിവസം പ്രവാചകൻ നഗരത്തിലൂടെ നടക്കുമ്പോൾ ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വന്നു. മൂസ, നിങ്ങളെ പിടിക്കാൻ പടയാളികൾ വരുന്നു. സമയം തീരുന്നതിന് മുമ്പ് ഇവിടെ നിന്നും പോകൂ. ആ മനുഷ്യൻ പറഞ്ഞു, ഒരു ഈജിപ്ഷ്യനെ കൊല്ലുന്നതിനുള്ള ശിക്ഷ മരണമാണെന്ന് നബിക്ക് അറിയാമായിരുന്നു. അങ്ങനെ പ്രവാചകൻ പെട്ടെന്ന് തന്നെ ഈജിപ്ത് വിട്ടു. അദ്ദേഹത്തിന് വസ്ത്രം മാറാനുള്ള സമയം പോലും കിട്ടിയില്ല.